ഭഗവാൻ ശിവന്റെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് അമ്പലത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് എങ്ങനെയാണ് കേദാർനാഥ് അമ്പലം അവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ പറയാനായി പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർക്ക് പ്രായശ്ചിത്തം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൽ ഭഗവാൻ ശിവനെ തപ്പി അവർ പോയി. പക്ഷേ അവർക്ക് അവിടെ എങ്ങും തന്നെ ഭഗവാൻ ശിവനെ കാണുവാനായി പറ്റിയില്ല. അതിന് കാരണം ശിവന് ഇവരോട് ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിവൻ ഒരു കാളയുടെ രൂപമെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ പോയി ഒളിക്കുകയുണ്ടായി. ഭീമന് ആ ഒരു കാളയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഭഗവാൻ ശിവനാണെന്ന്. ഇത് മനസ്സിലാക്കിയ ശിവനാവട്ടെ അവിടുന്ന് ഓടുവാനായി തുടങ്ങി. ഭീമൻ പുറകിൽ ഓടി. എന്നിട്ട് ആ കാളയുടെ 2 കൊമ്പുകളിലായി പിടിച്ച് അതിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് മാപ്പപേക്ഷിക്കുകയുണ്ടായി. ശിവന്റെ മനസ്സലിഞ്ഞു. ശിവൻ പ്രസന്നനായി. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരോടും ഭഗവാൻ ശിവൻ ക്ഷമിച്ചു. ആ ഒരു കാളയുടെ രൂപത്തിൽ ഒരു വിഗ്രഹം പണിഞ്ഞെടുക്കുകയുണ്ടായി. ആ ഒരു വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേദാർനാഥ്. പാണ്ഡവർ നിർമ്മിച്ച ഒരു അമ്പലം കൂടെയാണ് കേദാർനാഥ്. നിങ്ങൾക്ക് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥിനെ പറ്റി അറിയാമായിരുന്നോ? നിങ്ങൾക്ക് അവിടെ പോവാൻ ആഗ്രഹമുണ്ടോ? കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹർ ഹർ മഹാദേവ്.